കൗൺസിലിംഗ് പഠനസഹായ ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കിയത് അലക്സാണ്ടർ എം വി, പത്തനംതിട്ട. ഹൈഫ് അക്കാദമിയുടെ കൗൺസിലിംഗ് പുസ്തകത്തിന്റെ 5 മുതൽ 11 ആദ്യഭാഗം വരെയുള്ള പേജുകൾ വായിച്ച് മനസ്സിലാക്കി ഉത്തരങ്ങൾ എഴുതുക. 1. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹവും മാർഗദർശനവും നൽകി തരുന്നത് എന്താണ്? നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹവും മാർഗദർശനവും നൽകിത്തരുന്നത് നമ്മുടെ ജിജ്ഞാസയും വ്യഗ്രതയുമാണ്. 2. വിദ്യാസമ്പന്നരായവർ ഉത്തരങ്ങൾ തരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുമാണ്? വിദ്യാസമ്പന്നർ ഉത്തരം നൽകി തരുന്നത് അവരുടെ സാമാന്യ ബോധത്തിൽ നിന്നുമാണ്. 3. ഒരു മനഃശാസ്ത്രജ്ഞൻ ഉത്തരം നൽകുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ഒരു മനഃശാസ്ത്രജ്ഞൻ ഉത്തരം നൽകി തരുന്നത് അയാൾക്ക് ലഭിച്ചിട്ടുള്ള ശാസ്ത്രീയ പരിശീലനത്തിൽ നിന്നുമാണ്. 4. ജിജ്ഞാസയിൽ നിന്നും വ്യഗ്രതയിൽ നിന്നും ഉരുത്തിരിയുന്ന ചോദ്യങ്ങളുടെ ഏതെങ്കിലും ഒരു ഉദാഹരണം പറയുക. ഒരാൾ ധനികനായും മറ്റൊരാൾ ദരിദ്രനായും ആയിത്തീരുന്നത് എന്തുകൊണ്ട് എന്ന് അറിയാനുള്ള ചോദ്യം ജിജ്ഞാസയിൽ നിന്നും വ്യഗ്രതയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. 5. ഏത് ഭാഷയിൽ നിന്നുമാണ് സൈക്കോളജി എന്ന വാക്ക് വന്നിരിക്കുന്നത്? ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ് സൈക്കോളജി എന്ന പദം ഉണ്ടായിരിക്കുന്നത്. 6. ഏതു വാക്കുകളിൽ നിന്നാണ് സൈക്കോളജി എന്ന വാക്ക് വന്നിരിക്കുന്നത്? സൈക്കോ, ലോഗോസ് എന്നീ വാക്കുകളിൽ നിന്നുമാണ് സൈക്കോളജി എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. 7. സൈക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സൈക്ക് എന്ന വാക്കിന്റെ അർത്ഥം ആത്മാവ് അല്ലെങ്കിൽ മനസ്സ് എന്നാണ്. 8. ലോഗോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലോഗോസ് എന്ന വാക്കിന്റെ അർത്ഥം ചർച്ച, പഠനം, വചനം എന്നൊക്കെയാണ്. 9. മനഃശാസ്ത്രത്തെ മുൻപ് പരിഗണിച്ചിരുന്നത് എങ്ങനെയാണ്? മനഃശാസ്ത്രത്തെ മുൻപ് പരിഗണിച്ചിരുന്നത് ആത്മാവിനെ കുറിച്ച് പഠിക്കുന്ന ശാഖ എന്നാണ്. 10. കൽക്കട്ട സർവകലാശാലയിൽ മനഃശാസ്ത്ര വിഭാഗം സ്ഥാപിച്ചത് ഏതു വർഷമാണ്? കൽക്കട്ട സർവകലാശാലയിൽ മനഃശാസ്ത്ര വിഭാഗം സ്ഥാപിച്ചത് 1916-ലാണ്. 11. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മനഃശാസ്ത്രം ഔപചാരികമായി ആരംഭിച്ചത് ഏതു വർഷമാണ്? പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മനഃശാസ്ത്രം ഔപചാരികമായി ആരംഭിച്ചത് 1879-ലാണ്. 12. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മനഃശാസ്ത്രം ഔപചാരികമായി ആദ്യം ആരംഭിച്ചത് ആരാണ്? പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മനഃശാസ്ത്രം ആദ്യം ഔപചാരികമായി ആരംഭിച്ചത് വില്യം വുണ്ടാണ്. 13. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ആദ്യം പരീക്ഷണശാല ഏതു രാജ്യത്താണ് സ്ഥാപിച്ചത്? പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ആദ്യം പരീക്ഷശാല സ്ഥാപിച്ചത് ജർമ്മനിയിലാണ്. 14. പടിഞ്ഞാറൻ രാജ്യത്തിലെ ജർമ്മനിയിൽ സ്ഥാപിച്ച ആദ്യത്തെ സർവകലാശാലയുടെ പേര് എന്ത്? പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ജർമ്മനിയിൽ സ്ഥാപിച്ച ആദ്യത്തെ സർവകലാശാലയുടെ പേര് ലിപ്സിംഗ് എന്നാണ്. 15. മനഃശാസ്ത്രത്തിലെ അന്വേഷണങ്ങളുടെ ഏകകങ്ങൾ, യൂണിറ്റ്സ് ഏതെല്ലാം? മനഃശാസ്ത്രത്തിലെ അന്വേഷണങ്ങളുടെ ഏകകങ്ങൾ മനുഷ്യൻ, മനുഷ്യന്റെ അനുഭവങ്ങൾ, മാനസിക പ്രക്രിയകൾ, പെരുമാറ്റങ്ങൾ എന്നിവയാണ്. 16. എന്താണ് അനുഭവങ്ങളെ കുറിച്ചുള്ള പഠനം? വ്യക്തിപരവും സ്വകാര്യവും ആയി ബോധാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ കുറിച്ചുള്ള പഠനമാണിത്. 17. എന്താണ് മാനസിക പ്രക്രിയകളെ കുറിച്ചുള്ള പഠനം? ശരീരശാസ്ത്രപരമല്ലാത്ത തലച്ചോറിന്റെ പ്രവർത്തനങ്ങളാകുന്ന ധാരണ, പഠനം, ഓർമ്മ, ചിന്ത തുടങ്ങിയ ആന്തരിക മാനസിക പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനമാണിത്. 18. എന്താണ് പെരുമാറ്റങ്ങളെ കുറിച്ചുള്ള പഠനം? ബോധം, വികാരം, ചിന്ത എന്നിവ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനമാണിത്. 19. കൊഗ്നീഷൻ എന്ന വിഭാഗത്തിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ എന്തെല്ലാം? അറിവുകൾ ശേഖരിച്ചു വയ്ക്കുകയും ആവശ്യം വരുമ്പോൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രവർത്തനം. 20. അറിവിൽ മാറ്റം വരുത്താനും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നത് എന്താണ്? ചിന്തയാണ് അറിവിൽ മാറ്റം വരുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതായ കാര്യം. 21. ഏതൊരു സ്വഭാവത്തിന്റെയും കാരണം മനസ്സിലാക്കാൻ മനഃശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ്? ഏതൊരു സ്വഭാവത്തിന്റെയും കാരണം മനസ്സിലാക്കാൻ മനഃശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന പദം പ്രേരണ എന്ന പദമാണ്. 22. എന്താണ് പ്രേരണ? മാനസിക ഊർജത്തിന്റെ നിക്ഷേപവും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമവുമാണ് പ്രേരണ. 23. വികാരങ്ങളുടെ പരിധിയിൽ വരുന്ന ജീവിതാനുഭവങ്ങൾ ഏതെല്ലാം? വികാരങ്ങളുടെ പരിധിയിൽ വരുന്ന ജീവിതാനുഭവങ്ങളാണ് ദേഷ്യം, പേടി, സ്നേഹം, സന്തോഷം, ദുഃഖം എന്നിവ. 24. വില്യം വുണ്ടിന്റെ കാലത്ത് മനഃശാസ്ത്രജ്ഞർ എങ്ങനെയാണ് മനസ്സിന്റെ ഘടന വിശകലനം ചെയ്തത്? ആത്മാവലോകനത്തിലൂടെ. 25. എന്തുകൊണ്ടാണ് വില്യം വുണ്ടിന്റെ കാലത്തെ മനഃശാസ്ത്രജ്ഞരെ ഘടനാവാദികൾ എന്ന് വിളിച്ചിരുന്നത്? അവർ ആത്മാവലോകനത്തിലൂടെ മനസ്സിന്റെ വിശകലനം ചെയ്തിരുന്നത് കൊണ്ട്. 26.
വില്യം വുണ്ടിന്റെ താൽപ്പര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മനഃശാസ്ത്ര പരീക്ഷണങ്ങളിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ മാനസിക അനുഭവങ്ങൾ പഠിക്കുകയും മാനസിക പ്രക്രിയകൾ പഠിക്കുകയും മനസ്സിന്റെ ഘടകഭാഗങ്ങൾ പഠിക്കുകയും ചെയ്യുക എന്നതായിരുന്നു വില്യം വൗണ്ടിന്റെ താൽപ്പര്യങ്ങൾ. 27. എന്താണ് ആത്മാവലോകനം? സ്വന്തം മാനസിക പ്രക്രിയകളെയും അനുഭവങ്ങളെയും മനസ്സിലാക്കുന്നതിനെയാണ് ആത്മാവലോകനം എന്ന് പറയുന്നത്. 28. ആത്മാവലോകനം അശാസ്ത്രീയമാണെന്ന് കരുതപ്പെടാൻ ഉണ്ടായ കാരണം എന്താണ്? ആത്മാവലോകനത്തിലൂടെ ഒരാൾ റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾ മറ്റൊരാൾക്ക് പുറമേ നിന്ന് നോക്കി ശരിയോ തെറ്റോ എന്ന് ഉറപ്പുവരുത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഇതിനെ അശാസ്ത്രീയമെന്ന് കരുതപ്പെടാൻ കാരണം. 29. മാസച്ചുസെറ്റ്സിലെ കേംബ്രിഡ്ജിൽ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചതാരാണ്? വില്യം ജെയിംസ് ആണ്. 30. മനുഷ്യ മനസ്സിനെക്കുറിച്ചു പഠിക്കാൻ ഫംഗ്ഷനിസം എന്ന കാഴ്ചപ്പാട് വികസിപ്പിച്ചതാരാണ്? വില്യം ജെയിംസ്. 31. 20-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ വില്യം വൗണ്ടിന്റെ ഘടനാവാദത്തോടുള്ള പ്രതികരണമായി പുറത്തുവന്ന മനഃശാസ്ത്ര വീക്ഷണത്തിന്റെ പേരെന്ത്? ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം. 32. ജസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? മനസ്സിന്റെ ഘടകങ്ങളെ പഠിക്കുന്നതിന് പകരം ഗ്രഹണാനുഭവങ്ങളെ പഠിക്കുക. 33. ആരിൽ നിന്നാണ് ബിഹേവിയറിസം വിദ്യാലയം ഉത്ഭവിച്ചത്? ജോൺ ബി വാട്സൺ. 34. ജോൺ ബി വാട്ട്സോണിന്റെ കാലഘട്ടം ഏതാണ്? 1879 മുതൽ 1958 വരെ. 35. എന്താണ് ബിഹേവിയറിസം മനഃശാസ്ത്രം? മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനം. 36. മാനസിക വിശകലനം സ്ഥാപിച്ച സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാലഘട്ടം ഏത്? 1856 മുതൽ 1938 വരെ. 37. സൈക്കോ അനാലിസിസ് സ്ഥാപിച്ചതാര്? സിഗ്മണ്ട് ഫ്രോയിഡ്. 38. എന്താണ് സൈക്കോ അനാലിസിസ് പഠനം? പെരുമാറ്റത്തിന്റെയും മനസ്സിന്റെയും പഠനമാണ് ഇത്. പ്രേരണകളുടെയും ഡ്രൈവിങ്ങുകളുടെയും ഫലമാണ് പെരുമാറ്റം എന്ന സിദ്ധാന്തം. 39. 1890-ൽ വില്യം ജെയിംസ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പേര് എന്ത്? പ്രിൻസിപ്പൽസ് ഓഫ് സൈക്കോളജി. 40. ഫങ്ഷണലിസം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1895. 41. സിഗ്മണ്ട് മനോവിശ്ലേഷണം വികസിപ്പിച്ചത് ഏത് വർഷമാണ്? 1896. 42. ആരൊക്കെ ചേർന്ന് ഏത് വർഷത്തിലാണ് ഇന്റലിജൻസ് ടെസ്റ്റ് വികസിപ്പിച്ചെടുത്തത്? 1905-ൽ ബിന്നറ്റും സൈമനും. 43. കൽക്കത്ത സർവകലാശാലയിൽ ആദ്യത്തെ മനഃശാസ്ത്ര വിഭാഗം സ്ഥാപിക്കപ്പെട്ട വർഷം ഏത്? 1916. 44. ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം ജർമ്മനിയിൽ ജന്മം കൊണ്ട വർഷം ഏത്? 1920. 45. ഏതു വർഷമാണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷനിൽ മനഃശാസ്ത്രം ഉൾപ്പെടുത്തിയത്? 1922. 46. ഏതു വർഷമാണ് ഇന്ത്യൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ സ്ഥാപിച്ചത്? 1924. 47. ബിഹേവിയറിസം എന്ന പുസ്തകം ആര് ഏത് വർഷത്തിൽ പ്രസിദ്ധീകരിച്ചു? ജോൺ ബി വാട്സൺ 1924. 48. സാമൂഹ്യ മനഃശാസ്ത്രത്തിലെ ആദ്യത്തെ പാഠപുസ്തകം പ്രസിദ്ധീകരിച്ചത് ആര് ഏത് വർഷത്തിൽ? എൻ സെൻ ഗുപ്ത 1928. 49. ഏതു വർഷമാണ് സൈക്കോളജിക്കൽ റിസർച്ച് ഓഫ് ദി ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത്? 1949. 50. ഏതു വർഷമാണ് ഹ്യൂമനിസ്റ്റിക് മനഃശാസ്ത്രജ്ഞൻ കാൾ റോജേഴ്സ് ക്ലൈൻഡ് സെന്റേർഡ് തെറാപ്പി പ്രസിദ്ധീകരിച്ചത്? 1951. 51. 1953-ല് ബി.എഫ്. സ്കിന്നർ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ഏതെല്ലാം? സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ, ബിഹേവിയറിസം ആസ് എ മേജർ അപ്രോച്ച് ടു സൈക്കോളജി. 52. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിൽ എബ്രഹാം മാസ്ലോ പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത്? മോട്ടിവേഷൻ ആൻഡ് പേഴ്സണാലിറ്റി. 53. അലഹബാദിൽ ബ്യൂറോ ഓഫ് സൈക്കോളജി സ്ഥാപിച്ച വർഷം ഏത്? 1954. 54. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് എവിടെ ഏത് വർഷത്തിൽ സ്ഥാപിച്ചു? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് നിംഹാൻസ് 1955 ബാംഗ്ലൂരിൽ സ്ഥാപിച്ചു. 55. 1963-ൽ റാഞ്ചിയിൽ സ്ഥാപിച്ച ഹോസ്പിറ്റൽ ഏത്? ഹോസ്പിറ്റൽ ഫോർ മെന്റൽ ഡിസീസ്. 56. നാഷണൽ അക്കാദമി ഓഫ് സൈക്കോളജി ഇന്ത്യയിൽ സ്ഥാപിച്ച വർഷം ഏത്? 1989. 57.
നാഷണൽ ബ്രെയിൻ സെന്റർ എവിടെ ഏതു വർഷം സ്ഥാപിതമായി? 1997 ഹരിയാനയിലെ ഗുർഗാവോണിൽ. 58. എന്താണ് ഫങ്ഷണലിസം? മാനസികാവസ്ഥകൾ, പെരുമാറ്റരീതികൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നിവയുടെ ഉദ്ദേശ്യത്തിലോ പ്രവർത്തനത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് പ്രവർത്തനവാദം അഥവാ ഫങ്ഷണലിസം. ഈ പഠന ക്ലാസ്സിൽ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന നിങ്ങൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അലക്സാണ്ടർ MB, പത്തനംതിട്ട.